വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. പ്രശ്നം യേശുവിനോട് പറഞ്ഞു. ആര് പറഞ്ഞു? യേശുവുമായിട്ട് ബന്ധമുള്ളവർ പറഞ്ഞു. നമുക്ക് യേശുവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് യേശുവിൻ്റെ അമ്മയുടെ ആവശ്യമില്ല, പുണ്യവാളന്മാരുടെ ആവശ്യമില്ല. നമുക്കൊരു ബന്ധം ഉണ്ടായിരിക്കട്ടെ. അത്യാവശ്യത്തിന് വിളിക്കുന്നവനല്ല യേശുവുമായിട്ടൊരു ബന്ധം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിനക്ക് യേശുവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നിന്റെ നെടുവീർപ്പ് പോലും എൻ്റെ യേശു കേൾക്കും അത്യാവശ്യ സമയത്ത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ലെന്ന് വരാം, കഥകൾ എനിക്ക് പറയാനുണ്ട്. യേശുവുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. തത്വം ഒന്ന്, യേശു അവിടെ ഉണ്ടായിരുന്നു. യേശു അവിടെ ഉണ്ടെങ്കിൽ, അടുത്തുണ്ടെങ്കിൽ, പരിചയമുണ്ടെങ്കിൽ, ബന്ധമുണ്ടെങ്കിൽ, യേശുവിൻ്റെ ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ, എൻ്റെ ഇന്നത്തെ ഭാഷയിൽ ഞാൻ അങ്ങ് പറഞ്ഞതാണ് കേട്ടോ, ടെലിഫോൺ നമ്പറുള്ള അവനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർക്കും അമേരിക്കയുടെ പ്രസിഡൻറ്റും റഷ്യയിലെ പ്രസിഡൻറ്റും മറ്റുള്ളവർക്കുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരു ഹോട്ട് ലൈൻ ഉണ്ട്, ഒരു ടെലിഫോൺ. അതിനു വേണ്ടി അത് വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റിടത്തെ ആൾ തീർച്ചയായിട്ടും എടുത്തിരിക്കും. കാരണം എന്താണ് ഹോട്ട് ലൈൻ? ദൈവത്തിൻ്റെ ഹോട്ട് ലൈൻ നമ്പർ നിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ. വിളിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ അവൻ ഓടി വരട്ടെ. ഞാനൊരു കഥ പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം. ഞാൻ എനിക്ക് 1-2 വയസ്സ് പ്രായമുള്ള സമയത്ത്, അന്ന് നിൽക്കറൊന്നുമുള്ള കാലമല്ല കേട്ടോ, കൗമീനം പോലുള്ള കാലമല്ല. ഞാൻ വനത്തിൽ റബ്ബർ തോട്ടത്തിൽ താമസിക്കുക. ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് 2 തോട്ടത്തിലെ വീടാണ് കേട്ടോ, തോട്ടക്കാരുടെ വീടാണ്. 2 കഥകാണ്, അരക്കഥക്. അപ്പോൾ കഥക് തുറന്ന് കിടക്കുമായിരുന്നു. പപ്പ അവിടെ നിന്നുകൊണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പ വായിച്ച് പത്രം വായിച്ചങ്ങ് കണ്ണു വാങ്ങി. ഞാൻ എൻ്റെ അമ്മച്ചി പറഞ്ഞ് എനിക്ക് കേട്ടിട്ടുള്ളതാണ്. എനിക്ക് ഈ 1-2 വയസ്സുള്ള ഞാൻ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഓണത്തുമ്പി ഇല്ലയോ, ആ ഓണത്തുമ്പി കണ്ടു. ഞാൻ ഓണത്തുമ്പി നമ്മളെ കളിപ്പിക്കും അല്ലേ, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരെ. അപ്പുറത്ത് പോയിരിക്കും, പിന്നെ അപ്പുറത്ത് പോയിരിക്കും, അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ അങ്ങ് മാറിപ്പോയി. ഞാനും ഇതിൻ്റെ പുറകെ പോയിട്ട് ഞങ്ങളുടെ പുറകുവശത്ത് പടിഞ്ഞാറ് വശത്ത് ഒരു വലിയ റബ്ബറുണ്ട്, ഭയങ്കര റബ്ബറുണ്ട്. ബാക്കിയുള്ളതൊക്കെ ചെറുതാണെങ്കിലും അത് വലിയ ഇതായിരുന്നു. അതിൻ്റെ പുറകിലോട്ട് ചെന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. അയ്യോ തൊട്ടാവാടി മുള്ള. ഞാനിവിടെ നിന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ കാല് നിറച്ച് തൊട്ടാവാടി മുള്ള കൊണ്ടു. ഞാൻ അവിടെ കിടന്ന് ഉറക്കെ വിളിച്ചു, പപ്പ. ഞാൻ വിളിച്ചത് കുറച്ച് ദൂരെയാണ് കേട്ടോ, ഒരു വലിയ വീടാണ്, തോട്ടക്കാരുടെയാണ് ഞങ്ങളുടെ അല്ല. അവിടെ നിന്ന് വിളിക്കുന്ന സമയത്ത് അടുക്കളയുടെ ഭാഗത്താണ്, പുറകിലാണ് ഈ റബ്ബർ. ഞാൻ അവിടെ നിന്ന് പപ്പ എന്ന് വിളിച്ചപ്പോൾ മയങ്ങിക്കിടന്ന പപ്പ പെട്ടെന്ന് ചാടി ഇറങ്ങി ഒരൊറ്റ ഓട്ടത്തിന് വന്ന് എന്നെ കോരിയെടുത്തു. പപ്പായ്ക്ക് വേണമെങ്കിൽ വേലക്കാരൻ്റെ ഒക്കെ പറയായിരുന്നു, ചെല്ലപ്പ, നീ ഞങ്ങളുടെ വേലക്കാരൻ്റെ പേര് ചെല്ലപ്പെണ്ണാണ്, ചെല്ലപ്പ പോയി എടുത്താട്ടെ, ത്രേസ്യ പോയി എടുത്താട്ടെ, അന്ന പോയി എടുത്താട്ടെ എന്ന് പറഞ്ഞില്ല. പപ്പ ഓടി വന്നു. അവനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഹല്ലേലൂയ അവൻ ഓടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമായിട്ട് നിനക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. ടെലിഫോൺ നമ്പർ നിൻ്റെ പേരിൽ ഉണ്ടായിരിക്കട്ടെ.